ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീൻ പിടിക്കുന്ന സൈറ്റ് കാണിക്കാൻ പോകും. നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നൊരു കനാലുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ അകത്തുള്ള വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് മീൻ പിടിക്കാനൊക്കെ എപ്പോഴും ഇറങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് പോകുന്നത് മീൻ പിടിക്കാനല്ല, ഇതൊരു 10-14 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പം വരുന്നത്. ഇപ്പം അടുത്തായിട്ട് ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് എടുത്ത് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം ബാക്കി നിങ്ങൾ കാണാം. നമ്മുടെ കനാലിനകത്ത് കയറുന്നു, തുരങ്കത്തിനകത്ത് കയറുന്നു. നല്ല വെള്ളമുണ്ടാ? അടിച്ചു നോക്ക്, നടക്കാൻ പറ്റുമോ? കലക്കാ? കനാലിനകത്ത് ഇറങ്ങി കാണിക്കാം. കാണുന്നില്ല, വെട്ടം അടിച്ചേ. ഇനി വേറൊരു കാര്യം കാണിക്കാം. മേലോട്ടൊന്ന് അടിച്ചേടാ. ഉണ്ട് പാറ തുറന്ന് പോയേക്കുന്നതിന് സൈഡിലും അടിച്ചേ. അല്ലേ, ഈ കെട്ടിൻ്റെ മേളിലെടുത്തിട്ട് ഇവിടെ കോൺക്രീറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ പാറ തുറന്ന് വെച്ചേക്കുന്നത്, എന്നിട്ടാണ് അങ്ങ് വരെ പോകുന്നത്. നമ്മൾ ആ പൊട്ടുപോലെ കാണുന്ന അവിടെ ചെല്ലണം. അത് തീയെ പോവാണ്. ഇതിനകത്ത് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അത് മേളിൽ നിന്ന് ഊറ്റുവെള്ളം വീഴുന്നതാണ്. വെട്ടം കാണുന്നതാണ് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം. അതിനകത്ത് ഞാറുണ്ട്. ആ ഞാറുവിനെ ഓടിക്കുന്നത് കല്ലെറിഞ്ഞ് എല്ലാം കൂടെ താണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഇത്രയും ട്രാക്കുകളൊക്കെ ഞങ്ങളുണ്ട്. വെട്ടം ക്ലിയറായിട്ട് കിട്ടത്തില്ല, നമ്മൾ എത്താറായതുകൊണ്ട്. നമ്മൾ ഏകദേശം എത്താറായി. ഇനിയൊരു 1/2 കിലോമീറ്റർ കൊണ്ടുണ്ട് ഞാൻ എത്തും. 1 കിലോമീറ്റർ ഉണ്ടോടാ? നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞൊരു 100 മീറ്ററും കൂടെ വീട്ടിനോട് എത്തിക്കഴിഞ്ഞാൽ വെളിയിറങ്ങാം. വെളിയിറങ്ങിയിട്ട് തിരിച്ച് വീഡിയോ കാണിക്കാം. നമ്മൾ വന്ന വഴി പൈപ്പ് ഇത്ര പൊട്ടനെ തീർ തുരുമ്പിച്ച് പോയിട്ട് പോയില്ല. അതുകൊണ്ട് പോയിട്ട് നോക്കി നല്ല തിക്നെസ്സുള്ള പൈപ്പായിട്ടായിരുന്നു. ഇവിടെ കോൺക്രീറ്റ് തീരുന്നേ. ഇവിടുന്നൊരു ഒറ്റതായിട്ട് അങ്ങേ ഉള്ളിന് കോൺക്രീറ്റ് കിടക്കണം. കോൺക്രീറ്റ് പിന്നെ പാറ പൊട്ടിച്ച് പോയേക്കുന്നതാണ്. പാറയിൽ ധരിച്ചേക്കുന്നുണ്ട്. സ്ലാമ്പ് അടിച്ചിട്ടൊക്കെ അല്ല. നിങ്ങൾ നേരെ നടന്ന് അങ്ങോട്ട് പോകണം. അല്ല, നോക്കി ഞങ്ങളാണ്ടെ ഞെറ്റെത്തി. നമ്മളാ പൊട്ട് പോലെ കണ്ടത്. അതിൻ്റെ വെളിയിലോട്ടിറങ്ങാം. വെളിയിലിറങ്ങി കാണിക്കാം എത്ര കിലോമീറ്റർ. നമ്മുടെ തുരങ്കം തുറക്കുന്നത് ഇവിടെ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഒഴുകുന്നുണ്ടല്ലേ? അല്ലേ 10-15 കിലോമീറ്റർ ഇല്ലേ? ആണ് ഇത്രയും കുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ അകത്തിരുന്ന ഞാറു വവ്വാല് എല്ലാം ദാണ്ടൊക്കെ തുറക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടല്ലേ അത് പറക്കുന്നതിൻ്റെ ആയിട്ട്. എന്നാൽ നമ്മൾ ഇപ്പം പകല് നല്ലതായിട്ട് വെട്ടമുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് രാത്രിയാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലേ, ആ ഇതിലോട്ട് പോവാണ്. നമുക്ക് കാണാം. വാ ജോന്. ലൈറ്റ് ആണ്ടേ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇരുട്ടായി. ഇനിയിപ്പോൾ ടോർച്ച് മാത്രമേ അതുള്ളൂ. ദൂരെ കാഴ്ചകൾ നമുക്ക് കിട്ടത്തില്ല. എന്നാലും ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് കാണാം. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. പുറകൊന്ന് കാണിക്കാം. നമുക്ക്
നമ്മുടെ ഈ കനാല് വെള്ളം തുറന്നിടണം. വേണ്ടേ വെള്ളം തുറന്നു വിടുന്നൊരു പാട് കാണുന്നുണ്ടായിരിക്കും. എന്താണ് കാണുന്നുണ്ടോ? നമ്മുടെ ഈ ടോർച്ചിനകത്ത് മൊത്തം ഈ ഞറുണ്ടല്ലോ, ഞറ് മൊത്തം കാശ് ഉണ്ട്. ഇത്രേ എഴുതുള്ളൂ, എത്ര വെള്ളം ഹൈറ്റ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെടുത്തി അങ്ങോട്ട് അടിച്ചിട്ടാ നമ്മൾ ഓവനോട് വേണ്ടേ. നമ്മൾ ഈ ഓവനത്ര ഇറങ്ങിയത് ഇവിടെ കുറേ കല്ലുകളൊക്കെ വന്ന് ഈ വെള്ളത്തിൽ നല്ല വരുന്ന വെള്ളത്തിൽ അടിഞ്ഞു വിടുന്നത് താഴോട്ട്. പിന്നെ അടുത്ത വളവാ. സൈഡിടിക്കും. ഓക്കെ എന്താ ഓക്കെ. അപ്പോൾ നമ്മൾ വെളിയിറങ്ങാൻ പോയിന്. വെളി കാണിക്കാൻ കല്ല് തട്ടി പോകുന്നല്ലേ. വേണ്ടേ നമ്മളവിടെ നിന്ന് കെയർ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് 4-5 കിലോമീറ്റർ നമ്മൾ ഇറങ്ങാൻ പോയി. ഓക്കെ നമ്മളെല്ലാം ഇറങ്ങട്ടെ. നമ്മൾ ഈ ഓവനൊന്ന് വെളിയിറങ്ങുന്നത് ഇതാണ്. കാലുണ്ട്, അതിനിറക്കി തല പിന്നിറക്കി പോകുന്നുണ്ടോ. നമ്മളെ മീൻ പിടിച്ച് നമ്മൾ ആൾ വെളിയിറങ്ങി കഴിഞ്ഞു.